നമസ്കാരം കൂട്ടുകാരെ, ശാലീന ടീച്ചറിൻ്റെ നിത്യതയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസത്തെ ഞങ്ങളുടെ ഏവരുടെ ആഗ്രഹം ഒരു 4 ദിവസത്തെ ട്രിപ്പും വിശേഷങ്ങളും അതെല്ലാം കൂടി ചുരുക്കി കൂട്ടിയെടുത്തതാണ് ഈ വീഡിയോ. ജനമോളും മീനാക്ഷി മോളും അഭിരാമി മോളും അനാമിക മോളും ഞാനും അങ്ങനെ യാത്ര തുടങ്ങി. 4 ദിവസത്തെ ഒരു വലിയ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് പോവുകയാണ്. രാവിലെ തിരിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ലൊരു ഹോട്ടലിൽ കയറി, വാഷ്റൂമിലൊക്കെ പോയി നല്ല യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഈ യാത്രയുടെ പേരാണ് നല്ല യാത്ര. ആദ്യം തന്നെ സാഗര സംഗമങ്ങൾ ചേർന്ന് സൂര്യോദയവും സൂര്യാസ്തമനവും കാണാവുന്ന നമ്മുടെ കന്യാകുമാരിയിലാണ് എത്തിയത്. ഒരുവിധപ്പെട്ട എല്ലാവരും കണ്ടിട്ടുള്ള ഈ സ്ഥലം എത്ര തന്നെ പോയാലും മതി വരാത്ത ഏറ്റവും പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു സ്ഥലമാണ്. പൊതുവേ കടല് വീക്ക്നെസ് ആയ ഞാൻ എല്ലാ യാത്രകളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. തീരെയൊക്കെ ചവിട്ടി കുറേ കളിതമാശകളും അറിവും ഒക്കെ പകർന്ന് കുറേ സമയം കന്യാകുമാരിയിൽ സ്പെൻഡ് ചെയ്തു. കൊടയൊക്കെ പിടിച്ചായിരുന്നു കേട്ടോ ആദ്യം ചെന്നത്. പിന്നെ അങ്ങ് മഴ മാറി. വള്ളുവരുടെ പ്രതിമയും വിവേകാനന്ദ പാറയും മനോഹരമായ കടലും കണ്ട് ക്ഷേത്രവും കണ്ട് അവിടെ ആകെ നന്നായിട്ട് ചുറ്റിക്കറങ്ങി നടന്നു. പൊട്ടറ്റോ റോള്, മാമ്പഴം മുളകിട്ടത്, പിന്നെ കടല, ഗ്രീൻ പീസ് ഇതൊക്കെ മേടിച്ച് നല്ലോണം തട്ടി. നല്ല പഴുത്ത ഒരു വലിയ മാമ്പഴത്തിന് 70 രൂപയായിരുന്നു. കുറേയേറെ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ളതുകൊണ്ട് വളരെ വേഗം തന്നെ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി ഞങ്ങൾ വീണ്ടും അവിടുന്ന് പുറപ്പെട്ടു. മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം ഇവിടെ എത്തി. സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ? നമ്മുടെ പാമ്പൻ പാലം. നിത്യതി കുട്ടികളെല്ലാം പുറത്തിറങ്ങി നിന്നപ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോകുന്ന അത്രയും കാറ്റായിരുന്നു. ധനുഷ്കോടിയിലേക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സ്ഥലം തന്നെയാണ് പാമ്പൻ പാലം. രാമേശ്വരം പോയി ധനുഷ്കോടിയിലെത്തി ഞങ്ങൾ TTDCയിൽ റൂം എടുത്തു. ഈ യാത്രയിൽ പകുതിയിലോളം വളരെയധികം കാറ്റായിരുന്നു. TTDCയിൽ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. മികച്ച റൂം തന്നെ കിട്ടി. ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു. അവിടുത്തെ ഹോട്ടൽ ബ്ലോക്ക് അടച്ചതിനാൽ പുറത്തു പോയി ഫുഡ് കഴിച്ചു.